अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाह। പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. ഏന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാദ്വലങ്ങളിൽ സുവയിക്കുന്ന അല്ലയോ മക്കാദേശമേ, നിനക്കായി പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തിക്കാണിച്ച് ഒരു ധീരപുരുഷനാണ് ഉമർ ബിൻ അൽ ഖത്താബ്, ഖലീഫ ഉമർ. കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഗീറയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ. അവിടെയുള്ള ഒരു ഗോത്രവംശജ, ഉമ്മു ജമീല എന്നാണ് പേര്. ഹിലാൽ ഗോത്രവംശജയാണ്. അവരുമായിട്ട് മുഗീറ അവിഹിതമായിട്ടുള്ള ബന്ധം പുലർത്തുന്നു എന്നതായിരുന്നു ആദ്യമായിട്ട് ഉയർന്ന ആരോപണം. ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആരോപണ വിധേയനായ ഒരാളെ കൊണ്ട് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ, അതിൻ്റെ നമസ്കാരത്തിൻ്റെ നേതൃത്വം നൽകാൻ ഖലീഫ അബൂബക്കർ അനുവദിച്ചില്ല. ഈ ഒരു കാര്യം ഉടനെ തന്നെ അമീറുൽ മുഅ്മിനീനെ അറിയിക്കുകയും ചെയ്തു, ഉമറിനെ അറിയിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഉമർ അബു മൂസൽ അശ്വരിയെ അവിടേക്ക് അയച്ചു. ഇത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, പിശാച് മുട്ടയിട്ട നാട്, അവിടേക്കാണ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞയക്കുന്നത്. അതൊക്കെ വിരിഞ്ഞ് കാണും, ആ മുട്ടകളൊക്കെ വിരിഞ്ഞ് കാണും. ഇത് കേട്ട് അബൂ മൂസ ഒരു സംഘം സുഹാബികളുടെ സഹായം തേടുകയാണ് ആദ്യം ചെയ്തത്. അൻസാറുകളോടൊപ്പം തന്നെ മുഹാജിറുകളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകണം, അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊപ്പം ഉണ്ടാകണം. അത് വളരെ നല്ല കാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു, ഈ സമുദായത്തെയും അതിൻ്റെ സർവ്വവിധ കർമ്മങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവർ ഉപ്പിനെ പോലെയാണ്. ആഹാരം നല്ല രീതിയിൽ പാചകം ചെയ്തു, എല്ലാത്തരം ആഹാരങ്ങളുമുണ്ട്. ഇല്ലാതെ പോയത് ഉപ്പ് മാത്രമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആഹാരത്തിന് രുചിയുണ്ടായിരിക്കില്ല. ആ സദ്യ അത് അപൂർണമായിരിക്കും. ആയതുകൊണ്ട് തന്നെ ഉമർ 29 സ്വഹാബികളെ അദ്ദേഹത്തിൻ്റെ കൂടെ, അബൂ മൂസയുടെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്തു. അദ്ദേഹം ബസ്രയിലെത്തി. ആ സംഘം ബസ്രയിലെത്തിയ അബൂ മൂസൽ അശ്വരി ഖലീഫ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള കത്ത് അത് മുഗീറയെ കാണിച്ചു കൊടുത്തു, മുഗീറയെ ഏൽപ്പിച്ചു. മുഗീറ അത് വായിക്കാൻ തുടങ്ങി.
ഞാൻ ഖലീഫയുടെ കത്താണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് വളരെയധികം ഗൗരവമുള്ള അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ളൊരു വാർത്ത കേട്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ അവിടുത്തെ നേതാവായിട്ട് ഇങ്ങനൊരു ആരോപണത്തിന് വിധേയനായിട്ടുള്ള നിങ്ങളെ മാറ്റിയിട്ട് അവിടുത്തെ നേതാവായിട്ട് ഈ വരുന്ന അബു മൂസ അഷ്കരിയെ ഞാൻ നിയമിച്ചിരിക്കുകയാണ്. ആയതിനാൽ താങ്കൾ ഇത്ര നാളും ഇവിടെ നിർവഹിച്ചിരുന്ന ചുമതലകൾ എന്തൊക്കെയാണോ അതത്രയും അഷ്കരിയെ ഏൽപ്പിക്കുക, അബു മൂസയെ ഏൽപ്പിക്കുക. എന്നിട്ട് ഏറ്റവും വേഗത്തിൽ അങ്ങ് മദീനയിലേക്ക് പുറപ്പെടുക. ഈ ഒരു സംഭവം ഉണ്ടായത് ഹിജറ കഴിഞ്ഞ് 17 വർഷം കഴിഞ്ഞിട്ടാണെന്ന് പറയപ്പെടുന്നു. മുഗീറത്ത് ബിൻ ശുഅബയും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവരും ഉമറിൻ്റെ സമക്ഷത്തിൽ എത്തി. അദ്ദേഹം അവരെ വളരെ വിശദമായിട്ട് വിചാരണ ചെയ്തു. അവിടെ സാക്ഷികളുണ്ടായിരുന്നു. 1 അല്ല 2 അല്ല 3 സാക്ഷികൾ. ആ 3 സാക്ഷികൾ കൃത്യമായിട്ട് മൊഴി നൽകുകയും ചെയ്തു. പക്ഷേ നാലാമനായിട്ടുള്ള സിയാദ് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: മുഗീറ ബന്ധം പുലർത്തിയ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു പോലുമല്ല. ഉമ്മു ജമീലയെ തനിക്ക് അറിയുക തന്നെയില്ല എന്നാണ് സിയാദ് പറഞ്ഞത്. ആയതുകൊണ്ട് തന്നെ അപവാദം ആരോപിച്ചവർ ശിക്ഷിക്കപ്പെടുകയാണ് അവിടെ ചെയ്തത്. മാത്രമല്ല ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുഗീറ രക്ഷപ്പെടുകയും ചെയ്തു. എല്ലാ പ്രതാപത്തോടും കൂടിയിട്ട് ബസ്രയിലെ ഗവർണറായിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ആരോപണത്തിന് വിധേയനായി അവിടെ നിന്ന് തിരിച്ച് മദീനയിലേക്ക് എത്തേണ്ടി വന്ന മുഗീറയ്ക്ക് അത് മനക്കേടുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാനസിക വിഷമവും ഉണ്ടായിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു അപവാദം അത് സത്യമല്ല എന്നിരിക്കെ ഇനിയും ആ ശിക്ഷയിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൂടെ, വീണ്ടും ബസ്രയിലേക്ക് അയച്ചുകൂടെ, അവിടുത്തെ ഗവർണറാക്കിക്കൂടെ എന്ന് മുഗീറ ആവശ്യപ്പെട്ട സമയത്ത് ഖലീഫ ഉമർ കോപാകുലനായി മാറി. അദ്ദേഹം പറഞ്ഞു, വളരെയധികം നിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, മിണ്ടാതിരിക്കണം, മുഗീറ മിണ്ടാതിരിക്കണം, അള്ളാഹുവാണേ സാക്ഷ്യം, അള്ളാഹുവാണേ സത്യം. 3 സാക്ഷികൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞു. അതെന്താണ്? നിങ്ങൾ കേട്ടതാണ്, ഞാനും കേട്ടതാണ്. 4-മനും കൂടി ആ സാക്ഷ്യം പൂർത്തീകരിച്ചിരുന്നെങ്കിൽ മൂർച്ചയുള്ള കല്ലുകൾ താങ്കളെ ചതച്ചരയ്ക്കുമായിരുന്നു. പിന്നീട് മുഗീറയ്ക്കൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. കാരണം കാര്യങ്ങളുടെ നിജസ്ഥിതിയൊക്കെ എന്താണെന്ന് ഉമറിന് മനസ്സിലായി, മറ്റെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു. ഏതായാലും ഇങ്ങനെയാണ് അബൂ മുസൽ അശ്വരി മുഗീറയുടെ സ്ഥാനത്ത് അദ്ദേഹം അവിടെ കയറി വന്നത്. ബസ്രയിലെ ഗവർണറായി മാറിയതിൻ്റെ ചരിത്രം ഇതാണ്. അഹ്വാസ് നിവാസികൾ ഇതൊരു സ്ഥാനം മാറ്റമോ സ്ഥാനചലനമോ അങ്ങനെയല്ല കണക്കാക്കിയത്. ഇത് എന്തോ വലിയൊരു ആഭ്യന്തര കലഹം മദീനയിലുണ്ടായി, അങ്ങനെയാണ് അവർ കണക്കാക്കിയത്. കോസ്റോസ്മാരെ പോലെ അധികാര മത്സരം, അതിൻ്റെ പേരിലുള്ള പരസ്പരമായ പക, അത് വെച്ച് പുലർത്തുന്നവരാണ് ഈ മുസ്ലിങ്ങളും
എന്ന് അവർ ധരിച്ചു വശായി. അങ്ങനെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും കരാറ് വെച്ച് പുലർത്തുന്നതിന് അർത്ഥമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ അവർ ആ കരാർ ലംഘിച്ചു. മുസ്ലിങ്ങളുമായിട്ടുണ്ടായിരുന്ന കരാറുകൾ അഹ്വാസ് നിവാസികൾ അത് ലംഘിച്ചു. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള സന്ധി വ്യവസ്ഥകൾ അത് പാലിക്കാൻ ഇതുവരെ ഞങ്ങൾ പാലിച്ചു പോന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഇനിയും അത് പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം അവർ അബു മൂസയെ അറിയിച്ചു. പിന്നെ ഒറ്റ മാർഗമേ അവശേഷിച്ചിരുന്നുള്ളൂ, യുദ്ധം. യുദ്ധം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമായി തീർന്നു. അബു മൂസ ബസ്രയിലെത്തിയ ഉടനെ തന്നെ യുദ്ധം അനിവാര്യമായി തീർന്നു. ഈ പേർഷ്യയിലുള്ളവരെ ഇങ്ങനൊരു യുദ്ധത്തിന് പ്രേരിപ്പിച്ച സംഭവം, വേറൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി. അന്ന് ബഹ്റൈനിലെ ഗവർണറായിരുന്നു അലാവുദ്ദീൻ ഹൽറമി. അമീറുൽ മോമിൻ്റെ അനുവാദമില്ലാതെ, ഉമറിൻ്റെ അനുവാദമില്ലാതെ പേർഷ്യൻ ഉൾക്കടൽ അത് മുറിച്ച് മുന്നോട്ട് നീങ്ങിയവർ. പാർസി ഭൂഖണ്ഡം അത് അധീനമാക്കുക, ഇതായിരുന്നു ലക്ഷ്യം. മാർഗമധ്യേ പേർഷ്യൻ പടയാളികൾ സ്വാഭാവികമായിട്ട് അവർക്ക് തടസ്സം സൃഷ്ടിച്ചു, മാർഗ തടസ്സം ഉണ്ടാക്കി, അവരുമായിട്ട് യുദ്ധം ചെയ്തു, അവരെ പരാജയപ്പെടുത്തി. അങ്ങനെ തലസ്ഥാനമായ ഇസ്ത്വഗർ അവിടെ അവരെത്തി. എങ്കിലും അവർ കടന്നു പോകുന്ന മാർഗം അതേപോലെ തിരിച്ചു പോകാൻ വേണ്ടി ആ കടന്നു പോകുന്ന മാർഗങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് നിലനിർത്തുക, ആ ഒരു തന്ത്രത്തിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴെന്തുണ്ടായി? ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു, അവർ നിസ്സഹായരായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലാഹ് ഖലീഫയോട് സഹായം തേടി. അദ്ദേഹം ബസ്രയിലുണ്ടായിരുന്ന, അതുപോലെ കുഫയിലുണ്ടായിരുന്ന സംരക്ഷണ സേനയോട് ഇവരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മുസ്ലിം മുജാഹിദുകൾ അക്കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഉമർ ഇങ്ങനെയൊരു അവിവേകം കാണിച്ച് അലായിനെ ബഹ്റൈൻ ഗവർണർ സ്ഥാനത്ത് മാറ്റുകയാണ് ഉണ്ടായത്. ബഹ്റൈൻ ഇറാഖിലെ ഗവർണറായിരുന്ന സയ്യിദ് ബിൻ അബി വഖാസിൻ്റെ കീഴിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അവിടുത്തെ ഗവർണറാക്കി മാറ്റുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഇത് കൃത്യമായിട്ടൊരു ആഭ്യന്തര കലഹമാണെന്ന് ചിന്തിച്ചുകൊണ്ട് പേർഷ്യക്കാർ ഇത് തന്നെ തക്കമെന്ന് കരുതിയിട്ട് മുസ്ലിങ്ങളുമായിട്ട് പോരിനിറങ്ങി. അന്നത്തെ സ്ഥിതിഗതികൾ കൃത്യമായിട്ടും ശരിയായിട്ടും മനസ്സിലാക്കിയ അബു മുസൽ അശ്അരി സൈന്യത്തെ അപ്പോഴേക്കും ഒരുക്കിയിരുന്നു. അവർ ആദ്യം ചെയ്ത് അഹ്വാസിലേക്ക് അവർ സൈനിക നീക്കം നടത്തി. ആ നഗരത്തെ അവർ പരിപൂർണമായിട്ടും ഉപരോധിച്ചു. അതോടുകൂടി വളരെ ഘോരമായിട്ടുള്ള സംഘടനകളും അവിടെ ഉണ്ടായി. ഒരുപാട് ആളുകൾ ആ സംഘടനത്തിലെ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. എങ്കിലും അധികം താമസിയാതെ അഹ്വാസ് മദീനയുടെ കീഴിലായി, മുസ്ലിങ്ങളുടെ അധീനത്തിന് കീഴിലായി. അൽഹംദുലില്ലാഹ്.